നമസ്കാരം. ധർമ്മസ്ഥലയിൽ കൂട്ടക്കൊല നടന്നിട്ടുണ്ട് എന്നുള്ളത് പല ആളുകളും വിശ്വസിക്കുന്നുണ്ട്. അതിന് വലിയൊരു തെളിവാണ് നമ്മൾ പുറത്തുവിടുന്നത്. അതായത് അച്ഛൻ നഷ്ടപ്പെട്ട മകനാണ് നമ്മൾ കൂടെ നിൽക്കുന്നത്. നേരിട്ട് വലിയ രീതിയിലേക്ക് നമ്മൾ പറയുന്നില്ല, പക്ഷെ അവരിലേക്ക് തന്നെ ആദ്യം പോവാം. എന്താണ് ശരിക്കും നിങ്ങൾക്ക് സംഭവിച്ചത്? എന്റെ പേര് അനീഷ്. എന്റെ പപ്പയുടെ പേര് KJ ജോയ്. എന്റെ വല്യപ്പന്റെ പേര് KM ജോസഫ്. ശരി. എന്റെ വല്യപ്പൻ ഒരു 60 വർഷം മുമ്പ് കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് കുടികേറി പാർത്ത ആൾക്കാരാണ്. അവര് ആദ്യകാലങ്ങളിൽ ധർമ്മസ്ഥലത്ത് കൊളിഞ്ചുലോടി എന്ന് പറഞ്ഞ സ്ഥലത്ത്, കല്ലകണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു വന്ന് കുടികേറുക. എന്നിട്ട് അവിടുന്ന് ഈ ലെമൺ ഗ്രാസ് എന്ന് പറയും, പുൽത്തൈലം എന്ന് പറയും കേരളത്തിൽ. ഈ പുൽത്തൈലം എന്ന് പറയുന്ന സാധനം അവിടെ എടുത്ത് അത് വിറ്റാണ് ആദ്യകാലങ്ങളിൽ ജീവിക്കുന്നത്. അതിനുശേഷം ആ സ്ഥലത്ത് തന്നെ ഈ കശുവണ്ടി, അത് കഴിഞ്ഞ് പിന്നെ മെല്ലെ റബ്ബർ അതിൽ കൃഷി ചെയ്തു. അതൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു 50 ഏക്കറിന് മുകളിൽ സ്ഥലമുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ആ കാലത്ത് എൻ്റെ വല്യപ്പൻ ഒരു 20-22 ഏക്കർ സ്ഥലം ആദ്യം പട്ടയമാക്കി എടുത്തു. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ബാക്കി ഉണ്ടായിരുന്ന ഒരു 10-20-25 ഏക്കർ സ്ഥലം എന്താക്കിയെന്ന് പറഞ്ഞാൽ, ഈ കർണാടകയിൽ ഒരു നിയമമുണ്ട്, അക്രമസക്രമം എന്ന് പറഞ്ഞു. ആ അക്രമസക്രമണത്തിൽ എൻ്റെ പപ്പയുടെ ചേട്ടനനിയന്മാരുടെ പേരിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടു. അതവിടെ അങ്ങനെ തന്നെ കിടന്നു. ആദ്യം ആക്കിയെടുത്തത് ഒരു 20-22 ഏക്കർ സ്ഥലം ആദ്യം ഉണ്ടായിരുന്നു, ഒരു ഒറിജിനൽ പട്ടയാക്കി എടുത്തായിരുന്നു. എന്നിട്ട് ഇതിൻ്റെ അകത്ത് റബ്ബറായി. എന്നിട്ട് അവിടെ എൻ്റെ പപ്പയുടെ ഏറ്റവും മൂത്ത ചേട്ടൻ പഠിച്ചത് തന്നെ SDM കോളേജിലാണ് പഠിച്ചത്. അതെന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പയുടെ മൂത്ത ചേട്ടൻ എന്ന് പറഞ്ഞാൽ ആ കാലത്ത് ഇന്ദിരാ കോൺഗ്രസ്സിൽ അറിയപ്പെട്ട ആളായിരുന്നു എൻ്റെ പപ്പയുടെ ചേട്ടൻ. പോൾ ജെ കക്കാട്ട് എന്നാണ് പുള്ളിയുടെ പേര്. അന്ന് ആ കാലത്ത് ഒരു ഇന്ദിരാഗാന്ധി ചിക്മംഗ്ലൂർ മത്സരിച്ച സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ ഇംഗ്ലീഷ് സ്പീച്ച് കന്നഡയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തതാണ് എൻ്റെ പപ്പയുടെ മൂത്ത ചേട്ടൻ പോൾ ജെ കക്കാട്ട്. അത്ര വിദ്യാഭ്യാസവും എല്ലാ അറിവും എല്ലാം ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇത് സ്ഥലം ഡെവലപ്മെൻ്റായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ധർമ്മസ്ഥലത്തെ ആൾക്കാർക്ക് ഈ സ്ഥലത്തിന് മുകളിൽ കണ്ണു വീഴുന്നത്. അതായത് നിങ്ങളുടെ അച്ഛന്റെ സ്ഥലമായിരുന്നു, എന്റെ വല്യപ്പന്റെ സ്ഥലമായിരുന്നു. വല്യപ്പന്റെ സ്ഥലമായിരുന്ന സമയത്താണ് ഈ സ്ഥലത്തിന്റെ മുകളിൽ, അതായത് ഇതോട് അനുബന്ധിച്ച് കിടക്കുന്ന ഈ സ്ഥലത്തിന്റെ മേലെ കണ്ണു വീഴുന്നത്. അതും ഒരു 1/2 കിലോമീറ്ററിലധികം റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണ്. ആ സ്ഥലത്തിന് മുകളിൽ കണ്ണു വീണു. എന്റെ വല്യപ്പൻ അന്ന് തൊട്ടേ ഇവര് ടോർച്ചറായിരുന്നു. സ്ഥലം ഞങ്ങൾക്ക് വേണം, സ്ഥലം ഞങ്ങൾക്ക് താ എന്നും പറഞ്ഞു. കാരണം ഞാൻ ആ കാലത്ത് ഭൂമിയാണോ ഈ പട്ടയാക്കിയ ഭൂമി ഞങ്ങൾക്ക് താന്നും പറഞ്ഞു. അപ്പൊ ഞാൻ ആ കാലത്ത് ഞാൻ ജനിച്ചിട്ടില്ല. ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള സംഭവമാണ് ഞാൻ പറയുന്നത്. എൻ്റെ പപ്പ പറഞ്ഞിട്ടുള്ള അറിവാണ് ഞാൻ ഈ പറയുന്നത്. എന്നിട്ടാണ് അതേ പറമ്പിൽ ഒരു പശു ഇടിവെട്ടിച്ചാകുന്നുണ്ട്. ഒരു പശു, അതെനിക്കറിയില്ല, കുറെ മുമ്പ് ആ സ്ഥലത്ത് ഒരു പശു ഇടിവെട്ടിച്ചാകുന്നുണ്ട്. ആ ഇടിവെട്ടിച്ചത്തെ പശുവിനെ എൻ്റെ വല്യപ്പൻ കൊന്നതാണെന്നും പറഞ്ഞ് ഈ കർണാടകയിൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. കന്നാലികളൊന്നും ആരും കൊല്ലുകയില്ല, അതൊരു പൂജ്യഭാവത്തിൽ കാണുന്നതാണ്. അപ്പം എൻ്റെ വല്യപ്പൻ അറിഞ്ഞുകൊണ്ട് ഇതിനെ കൊന്നതാ എന്നും പറഞ്ഞ് എൻ്റെ വല്യപ്പനെ പിടിച്ചുകൊണ്ട് പോകുന്നു ഇവര്. അന്ന് ഈ ധർമ്മസ്ഥലത്ത് പോലീസ് സ്റ്റേഷൻ ഇല്ല. അന്നത്തെ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ ബീഡ് എന്ന് പറയും, ധർമ്മസ്ഥല ബൂഡ് എന്ന് പറയും. ഈ ബൂടി കൊണ്ടുപോയിട്ടാണ് എൻ്റെ വല്യപ്പനെ കൊണ്ടുപോയിട്ട് ഇവർ ഒരു രാത്രി മുഴുവൻ ഇട്ട് അടിക്കുന്നുണ്ട്. ഉപദ്രവിച്ചു എൻ്റെ വല്യപ്പനെ. എൻ്റെ വല്യപ്പനെ ഉപദ്രവിക്കുമ്പോഴും ഈ പശുവിന്റെ കാര്യമല്ല ഇവർ പറയുന്നത്, സ്ഥലത്തിന്റെ ഭൂമിയുടെ കാര്യം പറയുന്നത്. ലാസ്റ്റ് എൻ്റെ വല്യപ്പൻ ഒരു വാക്ക് അവരോട് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങൾ എന്നെ വേണമെങ്കിൽ കൊന്നു, സ്ഥലം ഞാൻ തരിക. കാരണം എനിക്ക് അന്ന് എൻ്റെ പപ്പയുടെ ചേട്ടനനിയന്മാരും പെങ്ങന്മാരെല്ലാം കൂടെ മൊത്തം 12 പേര് മക്കളാണ്. എൻ്റെ മക്കളുണ്ട്, നിങ്ങൾ എന്നെ കൊന്നു വേണമെങ്കിൽ എൻ്റെ മക്കൾ ഇതിൻ്റെ പുറകെ പൊക്കോളൂ, നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ വല്യപ്പൻ അവിടുന്ന് വിടുന്നു. വല്യപ്പൻ തിരിച്ച് വീട്ടിൽ വരുന്നു. പിന്നെ അങ്ങനെ തന്നെ പോകുന്നു. പിന്നെ ആ കാലഘട്ടത്തിലെ ഈ കൂട്ടർ ഭയങ്കര പവർഫുൾ ആയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. പണ്ട് ഒരുപാട് നൂറ്റാണ്ടുകളായിട്ട് ഇവരെ തന്നെയാണ് ഭരിക്കുന്നത്. അവിടെ എന്ന് പറഞ്ഞാല് അവരുടെ പേര് പോലും ആരും ഉച്ചരിക്കുകയല്ല. നിങ്ങൾ ഇന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, പേരാരും പറയുകയല്ല. പേര് പറയാൻ ആൾക്കാർ പേടിക്കും. അങ്ങനെ ഒരു സംഭവമാണ്. എന്നിട്ട് ഇത് സംഭവം ഇങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ പപ്പയാണ് KJ ജോയി. എൻ്റെ പപ്പയാണ് ധർമ്മസ്ഥലത്ത് കല്ലേരിയിൽ ഒരു ഹോട്ടൽ തുടങ്ങുന്നത്. കഞ്ഞി, പിന്നെ ഓംലേറ്റ്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഗോലി സോഡ എന്ന് പറയും. അതിൻ്റെ അകത്ത് ഗോലി സോഡ, പഴയ കാലത്തെ സോഡ, അതിൻ്റെ ഒരു ഫാക്ടറി തുടങ്ങും. ആ ഫാക്ടറി തുടങ്ങി അതിൻ്റെ ആ ബിസിനസ് നല്ല രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവര് പിന്നെയും അതേ സ്ഥലമായിട്ട് ഇടപെടുന്നത്. പിന്നെ വരുന്ന പപ്പാടെ അടുത്ത ആദ്യം ഒരു ഭീഷണിയായിട്ട് വന്നെങ്കിൽ ലാസ്റ്റ് പിന്നെ വരുന്നത്
കുറച്ച് മയത്തിൽ വരുന്ന ആളുടെ പേരാണ് സുഭാഷ്. പപ്പയോട് പപ്പായോട് സംസാരിക്കാൻ വേണ്ടി സുഭാഷ് ഈ ധർമ്മസ്ഥലത്തെ മൊത്തം സ്ഥലങ്ങളുടെയും ഡീലിങ്സ് നടത്തുന്ന ആളാണ് ഈ സുഭാഷ്. ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുന്നത്. അവരുടെ അവിടുത്തെ മൊത്തം അവർക്ക് ഇനി എത്ര 1000 ഏക്കർ സ്ഥലമുണ്ട് അതിന്റെ മൊത്തം ഇടപാടുകൾ നടത്തുന്നതാണ് ഈ സുഭാഷ്. ഈ സുഭാഷാണ് പപ്പായുടെ അടുത്ത് വരുന്നത്. പപ്പായുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുവാണ്, നിങ്ങൾ സ്ഥലം വിൽക്കുന്നു, വന്നിട്ട് നേരിട്ട് വന്നിട്ട് ചോദിക്കുക. പപ്പ ആദ്യം മനസ്സിലായാലും എന്താ ചെയ്യുന്നത്, വീട്ടിൽ ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. കാരണം പപ്പായ്ക്ക് ഒറ്റ തീരുമാനം എടുക്കാൻ പറ്റിയല്ല. അപ്പൊ ചേട്ടനനിമാരുണ്ട്, അപ്പനുണ്ട്, എല്ലാവരോടും ചോദിക്കണം. അങ്ങനെ വീട്ടിൽ വന്ന് എല്ലാവരും ചോദിച്ചു കഴിഞ്ഞപ്പം ഏതൊക്കെയായാലും ഇത്ര നമ്മളിവിടെ കിടന്ന് നശിച്ചു, ഇവർ നമ്മളെ ഏതൊക്കെയാലും ഇമ്പ്രൂവ്മെന്റ് ആയാലും ഇവർ വിടുകയല്ല. ഓക്കെ, എന്നാൽ പിന്നെ കൊടുത്തേക്കാം എന്നും പറഞ്ഞിട്ട് 22 ലക്ഷത്തിന് ആദ്യം പറയുന്നു സ്ഥലം. അത് കഴിഞ്ഞ് അത് 21 ലാസ്റ്റ് അവർ നിശ്ചയിച്ച വിലയാണ് 18. നമ്മുടെ വില ഒന്നും അവിടെ ഒന്നും ആയില്ല. 18 ലക്ഷത്തിന് കച്ചവടം നടത്തുന്നു മൊത്തം സ്ഥലം. 22-23 ഏക്കർ സ്ഥലം, പട്ട ഉണ്ടായിരുന്ന സ്ഥലം, അന്ന് പട്ട ഉണ്ടായിരുന്ന സ്ഥലം ഇവർ കച്ചവടം ചെയ്ത് വെറും 18 ലക്ഷം രൂപയ്ക്ക് അന്ന് കച്ചവടം ചെയ്യുന്നു. എന്നിട്ട് അതെല്ലാം കൊല്ലേതാ, അതൊരു എനിക്ക് എന്റെ കണക്കിന് ഒരു 10-25 വർഷത്തിന് മുമ്പത്തെ കാര്യമാണ് ഈ സംഭവം. 25-30 വർഷത്തിനടുത്തായിട്ടുണ്ടാവും. എന്നിട്ട് എന്റെ പപ്പയുടെ ചേട്ടനിമാർ കുറച്ച് പേര് നേരെ നാട്ടിലേക്ക് പോകുന്നു. എന്റെ പപ്പായ്ക്ക് കട ഉണ്ടായിരുന്നു എന്റെ പേരിൽ. എവിടെയാണ് വല്യപ്പ? എല്ലാവരും കട്ടപ്പന സൈഡിലേക്ക് 3 പേര് കട്ടപ്പന സൈഡിലേക്ക് പോയി. അച്ഛന്റെ പ്രദേശവും ഒക്കെ പോയി. അപ്പൊ എന്റെ വല്യപ്പനും എല്ലാവരും അങ്ങോട്ട് കട്ടപ്പന സൈഡിലേക്ക് പോയി. എന്റെ പപ്പ വേറെ 2 പേരും ഇവിടെ കർണാടകയിൽ തന്നെ. പപ്പ ഇവിടെ അടുത്ത് തന്നെ, കാരണം നമുക്ക് അവിടെ കല്ലേരിയിൽ കട ഉണ്ടായിരുന്നതിന്റെ പേര് ഇവിടെ അടുത്ത് തന്നെ ബെൽത്തങ്ങാടി. ബെൽത്തങ്ങാടി തന്നെ നമ്മൾ എന്റെ പപ്പ സ്ഥലം മേടിച്ച് അവിടെ ബെൽത്തങ്ങാടി നിന്നു. അവിടുന്ന് അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് 20 വർഷം അത് ഈ അക്രമസക്രമത്തിന്റെ ടൈമിങ്സ് ഉണ്ട് ഇവിടുത്തെ ഭൂമി ഇടപാട് കർണാടകയിൽ. ആ സമയം അവർ നോക്കിയിരുന്നു. അത് ഓട്ടോമാറ്റിക്കൽ പേപ്പർ ആരുടെ എല്ലാം പേരില്ല കൊടുത്തത്, ആ പേപ്പർ മാറും. അന്നേരം എന്തായി, ഇവർ പിന്നെയും വിളിച്ചു പപ്പായെ. കാരണം ഈ സ്ഥലത്തിന്റെ ഇടപാട് ആദ്യം തൊട്ടേ ചെയ്യുന്നത് പപ്പായാണ്. അപ്പൊ അതിനുകൂടി പട്ടയം കിട്ടാൻ പോവുകയാണെന്ന് അവർ മനസ്സിലാക്കി. പട്ടയം കിട്ടിയപ്പോ അവരറിഞ്ഞു. അറിഞ്ഞപ്പം തൊട്ട് ഈ സുഭാഷ് പിന്നെ രംഗത്ത് വന്നു. വന്നിട്ട് പിന്നെയും പപ്പായെ വിളിക്കാൻ തുടങ്ങി. പപ്പായുടെ നമ്പർ എങ്ങനെ തേടി പിടിച്ചിട്ട് പപ്പായെ പിന്നെയും വിളിക്കാൻ തുടങ്ങി. വിളിച്ചിട്ട് അവരെ കൊണ്ടുപോവാ, ഇമ്മീഡിയറ്റ് കൊണ്ടുപോവാ, അവരെ വിളിച്ചുകൊണ്ടൊന്ന് എഴുതി താ സ്ഥലം. പപ്പ പറഞ്ഞു വരികയല്ല. പപ്പായ്ക്ക് കുറച്ച് വാശി ഇല്ല, വരികയല്ല, എഴുതി തരുന്നില്ല, അവിടെ കിടന്നോട്ട് സ്ഥലം എന്ന് പപ്പ പറയാൻ തുടങ്ങി. ഈ പപ്പ ഇത് എൻ്റെ അടുത്ത് പറയുമായിരുന്നു വീട്ടിൽ, സുഭാഷ് വിളിക്കുന്നുണ്ട്. ഞാൻ ഈ സുഭാഷ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, എനിക്ക് നേരിട്ട് പരിചയം പോലും ഇല്ലേ സുഭാഷിനെ. പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. സുഭാഷ് വിളിക്കുന്നുണ്ട്, അത് സ്ഥലം എഴുതി കൊടുക്കണം, ഇപ്പം എന്താ ചെയ്യുന്നത്? ഇല്ല, ഞാൻ പറഞ്ഞു വരികയല്ലെന്ന് പറഞ്ഞു. അത് അങ്ങനെ തന്നെ പോയി. അങ്ങനെ ഇരിക്കുമ്പം ഒരു ദിവസമാണ് പപ്പായ്ക്ക് ഒരു ബുദ്ധി വന്നത്. ഏതൊക്കെയാലും സ്ഥലം അവരുടെ കയ്യിലാണ്. അതിലൊരു 4 ഏക്കർ 47 സെന്റ് സ്ഥലത്തിന് ലോൺ എടുത്താൽ എന്താ, ലോൺ എടുക്കാം, ഏതൊക്കെയാലും ഡോക്യുമെന്റ്സ് ഉണ്ട്, നമുക്ക് അതിന് ലോൺ എടുക്കാം എന്നും പറഞ്ഞിട്ട് പപ്പ ഒരു ബാങ്കിൽ പോയിട്ട് ലോണിന്റെ കാര്യം അന്വേഷിക്കുന്നു. അന്നേരം അവിടെ ബാങ്കിലുണ്ടായിരുന്ന സ്റ്റാഫ് അവരുടെ ആൾക്കാർ. അന്നേരം തന്നെ പപ്പ വീട്ടിൽ വരുന്നതിന് മുമ്പ് തന്നെ അവരവിടെ അറിഞ്ഞു ഇങ്ങനെ KJ ജോയി ലോൺ അന്വേഷിച്ച് ഇവിടെ വന്നു. അന്നേരത്തേനും സുഭാഷ് അടുത്ത വിളി, നിങ്ങൾ ബാങ്കിൽ പോയല്ലേ നിങ്ങൾ ലോൺ വേണ്ടിയിട്ട് അതേ സ്ഥലത്തിന്, അതെങ്ങനെയാ പറ്റുന്നത്? നിങ്ങൾ അങ്ങനത്തെ പണിയൊന്നും കാണിക്കരുത്, നിങ്ങൾ ഇമ്മീഡിയറ്റ് വന്ന് സ്ഥലം എഴുതി തരണം. ജന്മികൾ എന്ന് പറയുന്നത് ഇതാണ്. അതായത് ജന്മിത്വം കൃത്യമായ പ്ലാനുകൾ, അതായത് ആധാരം ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ പട്ടയം ചേഞ്ച് ചെയ്യുന്ന സമയം വരെ നോക്കി നിൽക്കാൻ വേണ്ടി ഇവർക്ക് പ്രത്യേക ടീമുണ്ട്. ഓരോ രീതിയിലേക്കും ഇവരെ കൃത്യമായ രീതിയിലേക്ക് വാച്ച് ചെയ്ത് ഇവരെ ഒരു ലോക്കാക്കുന്ന സ്ഥിതിയിലേക്ക് പോയി. ഇവർക്കത് കൊടുത്തു പോവുകയല്ലാതെ എന്നുള്ളതല്ലേ. ഇവിടെ അങ്ങനെ തന്നെ. ഇപ്പൊ ഇവിടെ ഒരു പെട്രോൾ പമ്പ് വെറും 150 രൂപക്കാണല്ലോ കൊടുത്തിട്ട് പോയത് ആ പെട്രോൾ പമ്പിന്. എന്നിട്ട് അതിനുശേഷമാണ് പിന്നെയാണ് അങ്ങോട്ട് മൊത്തം കഥകൾ മൊത്തം മാറി മറിയുന്നത്. പപ്പ എന്താക്കി, ഈ ലോണിന്റെ കാര്യം അവിടെ തന്നെ വിട്ടു. ലോണിന്റെ പുറകെ പപ്പ പിന്നെ പോയിട്ടില്ല. കാര്യം ലോൺ എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് ബാങ്കിലെ ആളുകൾ വരെ അവരുടെ ആളുകളായി വേറെ ഒരു വഴിയില്ല. അത് ഉപേക്ഷിച്ചു പപ്പ. ആ മാറ്റർ അവിടെ ക്ലോസ് ചെയ്തു, സ്ഥലം എഴുതി കൊടുത്തില്ല. ശരി. എന്നിട്ട് എന്റെ പപ്പയ്ക്ക് ആയുർവേദ ചികിത്സ ഉണ്ടായിരുന്നു. കാരണം അത് വംശപാരമ്പര്യമായിട്ട് വന്നതാണ്. എൻ്റെ അപ്പൻ്റെ അപ്പൻ, എൻ്റെ വല്യപ്പൻ്റെ അപ്പൻ, ഇവരെല്ലാം വംശപാരമ്പര്യമായിട്ട് ആയുർവേദ ചികിത്സക്കാരാണ്. എൻ്റെ വല്യപ്പൻ്റെ അപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മർമ്മ ചികിത്സക്കാരനായിരുന്നു, വിഷകാരിയായിരുന്നു.
അപ്പം ഇത് എൻ്റെ പപ്പായ്ക്ക് അതിൻ്റെ ചികിത്സ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പേഷ്യൻ്റ് സാധാരണ വീട്ടിൽ വന്നിട്ടായിരുന്നു ചികിത്സ. അതെന്ന് പറഞ്ഞാൽ ഒരു സൈഡ് മൊത്തം തളർന്നു പോയ ഒരു വ്യക്തിയാണ്. അപ്പം പുള്ളിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് എൻ്റെ പപ്പ എടുത്ത് വെച്ച് നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് തിരുമണം കിഴി പിടിക്കണം, അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട്, വീട്ടിൽ വന്ന് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ശരി എന്നാൽ ഓക്കെ, സുഖമില്ലാത്ത ആൾ. പപ്പ അങ്ങനെ പോകും, അങ്ങനെ പോയി ചെയ്തു കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാവിലെ വീട്ടിൽ നമ്മുടെ ബെൽത്തങ്ങാടി തന്നെ റബ്ബറും വെട്ടി പാലെടുത്ത് ഒഴിച്ചു വെച്ചു. എന്നിട്ട് പപ്പ ഉച്ചയ്ക്ക് ഒരു 12 മണിയായിട്ടുണ്ടാവും. പപ്പ വീട്ടിൽ നിന്ന് അയാളെ തിരുമാൻ വേണ്ടി പോവുക. ചോറുണ്ടിട്ട് പോകാൻ പറഞ്ഞു മമ്മി. ചോറുണ്ടിട്ട് പോകുന്നു. ഇല്ല, ഞാൻ വന്നിട്ട് കൊണ്ടോളാം അടിഞ്ഞു പറഞ്ഞു. പപ്പ വണ്ടി എടുത്തിട്ട് പോവുക. അവിടെ പോയി തിരുമി. അവിടെ കുറച്ച് പൈസയും കിട്ടാനുണ്ടായിരുന്നു. പപ്പായ്ക്ക് അന്ന് എൻ്റെ കണക്കൂറിൽ ശരിയാണെന്നുണ്ടെങ്കിൽ ഏതോ ഒരു ബാങ്കിൽ കുറേ പൈസ അടയ്ക്കാനുണ്ടായിരുന്നു. അങ്ങനെ പൈസ പപ്പ ഇങ്ങനെ കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ഒരു 8000 രൂപ കിട്ടാനുണ്ട്. അപ്പോൾ പോയി അവിടെ പോയി തിരുമി എല്ലാം ചെയ്ത് ആ പൈസയും മേടിച്ച് പുള്ളി തിരിച്ചു വരുന്ന വഴിക്ക് വെളുവായി കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പം മൂടായി കാട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ഗുണ്ട് കല്ലെന്നും പറഞ്ഞൊരു പ്ലേസ് ഉണ്ട്. ആ പ്ലേസിൽ വെച്ചിട്ട് ഒരു ബാക്കിൽ നിന്ന് ഒരു വണ്ടി വന്നിട്ട് ഇടിക്കുന്നു. പപ്പ സ്പോട്ടിൽ മരിക്കുന്നു. പപ്പ അവിടെ സ്പോട്ടിൽ മരിക്കുക. ഏതാ വണ്ടി? അത് ഞാൻ പറയാം. അന്നേരം അതേ സ്പോട്ടിൽ ഒരു പെങ്കൊച്ച് കണ്ടതാണ് ഈ സംഭവം. ആ പെങ്കൊച്ച് പോലീസിന്റെ അടുത്ത് കൃത്യമായിട്ടും പറഞ്ഞതാണ്. ഒരു നീല പടുതയിട്ട വണ്ടി, ആ കുട്ടിക്ക് വേറെ വണ്ടിയുടെ പേരറിയത്തില്ല, ഒരു നീല പടുതയിട്ട വണ്ടി ഇവിടുന്ന് തിരിച്ചുകൊണ്ട് പോയി നേരെ വന്ന് ഇടിച്ചിട്ട് അവിടുന്ന് തിരിച്ചു പോയി ആ പെൺകുട്ടി പറഞ്ഞതാണ്. അങ്ങനെ ആ ഇത് വെച്ച് അടയാളം വെച്ച് അവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ ബാക്ക് ബെളുവായി ജംഗ്ഷൻ അവിടെ CC ക്യാമറയുണ്ട്. CC ക്യാമറയിൽ ഇവർ ചെക്ക് ചെയ്തപ്പം കൃത്യം തന്നെ പപ്പ ഹോണ്ട ഷൈൻ ബൈക്ക് പാസ്സായി. അതിൻ്റെ പുറകെ ഈ വണ്ടി വരുന്നു. ഇവിടെ ഇടിച്ച ടൈമിങ്സും അവിടെ പാസ്സായ ടൈമിങ്സും എല്ലാം വെച്ച് നോക്കുമ്പോൾ വണ്ടി അത് തന്നെ. ഇവർ ഈ വണ്ടി പിടിച്ചു. മൂടുഭദ്ര സ്റ്റേഷൻകാർ ഈ വണ്ടി പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ട് 2 ദിവസം വണ്ടി കൊണ്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് വണ്ടി അവിടുന്ന് വിട്ടു. അന്നേരത്തേനും അവർക്ക് അവിടെ പ്രഷർ വന്നു. വണ്ടി ഏത് സ്റ്റേഷൻ? ഇല്ല, ഏത് സ്റ്റേഷൻ? മൂടുഭദ്ര പോലീസ് സ്റ്റേഷൻ. എന്നിട്ട് വണ്ടി അവരവിടുന്ന് വിട്ടു. അത് കഴിഞ്ഞിട്ട് എനിക്ക് പപ്പയുടെ 41 കാര്യങ്ങളൊക്കെ ആകാതെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം അധികം പുറത്തോട്ടൊന്നും നമ്മൾ വരികയില്ല. ഞാൻ പപ്പയുടെ 41 കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റേഷനിൽ പോയി. ഇതിന്റെ പുറകെ പോയി ഞാൻ. കാരണം ഞാൻ അധികം ഈ നാട്ടിൽ ജനിച്ചു വളർന്നതിന്റെ പേരിൽ ചെറിയ ബന്ധങ്ങൾ എനിക്ക് ഉണ്ട്. ഞാൻ ആ ബന്ധങ്ങൾ വെച്ചിട്ട് ഞാൻ പോയി. ഞാൻ കണ്ടിന്യൂ പോയി. ഞാൻ ആഴ്ച 2 ദിവസം വെച്ച് ഞാൻ മൂടുഭദ്ര സ്റ്റേഷനിൽ ഞാൻ പോകുമായിരുന്നു. അവിടെ ചെല്ലും, SI കാണും. അന്നിരുന്ന SI ഒരു നല്ല മനുഷ്യനായിരുന്നു. ദേജപ്പ സാർ എന്ന് പറയും. ദേജപ്പ എന്ന പുള്ളിയുടെ പേര് ദേജപ്പ സാർ. ഒരു നല്ല മനുഷ്യനായിരുന്നു പുള്ളി. അവർക്ക് എന്ന് രാവിലെ ഒരു പോലീസ് പരേഡ് ഉണ്ട് രാവിലെ. ആ പരേഡിൽ പുള്ളി എന്ന് രാവിലെ പറയുമായിരുന്നെന്ന് പുള്ളി എന്നോട് പറഞ്ഞു, നമുക്കത് ആ കേസ് എന്താ നോക്കണം. എന്നിട്ടും നടന്നില്ല. പിന്നീടാണ് ഞാൻ അറിയുന്നത് ആ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചായിരുന്നു. വണ്ടി വിട്ടുകൊടുത്തു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ കണ്ടിന്യൂ അവിടെ ചെല്ലുന്ന കണ്ടിട്ടാണ് എൻ്റെ അടുത്ത് SI പറയുന്നത്, അത് ഇടിച്ച വണ്ടിക്ക് ഡോക്യുമെന്റ്സ് ഇല്ല. പപ്പായെ ആക്സിഡന്റ് ചെയ്ത വണ്ടിക്ക് ഡോക്യുമെന്റ്സ് ഇല്ല. അപ്പം ഡോക്യുമെന്റ്സ് ഇല്ലാത്ത വണ്ടി അതിൻ്റെ പേരിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുമല്ല, അത് കുറച്ച് പവർഫുൾ ആളുടെയാണ് വണ്ടി. പിന്നെ ഇങ്ങനത്തെ ഇൻഷുർ ഞാൻ ക്ലെയിം ചെയ്ത് എങ്ങനെയെങ്കിലും തരാം, നീ എല്ലാ ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ആലോചിച്ചപ്പം വേദിക്കാൻ പപ്പ മരിക്കുന്ന സമയത്ത് ഭയങ്കര കടമുണ്ട്, സാമ്പത്തിക ഭയങ്കര കടമാണ്. പപ്പ വേറെ ഒരാളെ സഹായിച്ചതിൻ്റെ പേരിൽ എനിക്ക് വലിയൊരു ബാധ്യത വന്നിരിക്കുന്ന സമയമാണ്. അപ്പം ഞാൻ എന്താ ആലോചിച്ചത്, ഞാൻ ഒറ്റ മോനെ, വേറെ ആരുമില്ല, ആണുമില്ല പെണ്ണുമില്ല. അപ്പം ഞാൻ ആലോചിച്ചു, എന്നാൽ പിന്നെ ഇൻഷുറെങ്കിലും പൈസ കിട്ടിട്ട്, എന്നാൽ പിന്നെ അങ്ങനെയെങ്കിലും ആ കടമെങ്കിലും തീർക്കാം, എന്നാൽ പിന്നെ എങ്ങനെ സ്വസ്ഥമായിട്ട് എങ്ങനെയെങ്കിലും ജീവിക്കാം. അങ്ങനെ പ്ലാൻ ചെയ്ത് ഓക്കെ സാർ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നാൽ പിന്നെ നീ 2 ദിവസം കഴിഞ്ഞിട്ട് വന്നു. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ചെന്നപ്പം പുള്ളി എൻ്റെ അടുത്ത് പറയുക, അത് വണ്ടി ഇവിടെ കൊണ്ട് നമ്മൾ വെച്ചു, അത് തിരിച്ചു വിട്ടു. ഇനി അടുത്ത വണ്ടി ഇനി ഇവിടെ കൊണ്ടുവന്ന് വെച്ച് അത് ഇൻഷുർ ക്ലെയിം ചെയ്യാനൊക്കെ അവർക്ക് കുറച്ച് പ്രസ്റ്റീജിന്റെ ഇഷ്യൂ ഉണ്ട്. ഇത്ര ധാഷ്ട്യം അവർക്കൊരു പ്രസ്റ്റീജിന്റെ ഇഷ്യൂ ഉണ്ട്. അല്ല, പോലീസുകാർക്ക് അത്യാവശ്യം നല്ല രീതിയിലേക്ക്, പോലീസുകാർക്കല്ല ഈ പ്രസ്റ്റീജ് ഇഷ്യൂ ഉള്ള ആൾക്കാർ, പോലീസുകാരെ അവരെ പേടിപ്പിക്കുന്ന ടീമായിരിക്കും. ഒന്നും ചെയ്യാൻ കഴിയില്ല. പ്രസ്റ്റീജ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ പവർഫുൾ ടീമാണ്. അത് SI നിന്റെ അടുത്ത് പറഞ്ഞു. പിന്നെ പറയുന്നുണ്ട് SI, നീ ഈ മാറ്റർ ഇവിടെ തന്നെ വിട്ടുതരും.
ഈ മാറ്റർ നീ ഇവിടെ തന്നെ ക്ലോസ് ചെയ്ത് തരും. നീ ഇനി ഇതിന്റെ പുറകെ പോകണ്ട. നീ ഇതിന്റെ പുറകെ പോയാൽ ഇനി നിന്റെ ജീവൻ ഇതിൽ ആപത്തുണ്ട്. എൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് അവിടെ ഇരുന്ന് എസ് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. ഞാൻ എന്താക്കി, അപ്പോൾ ശരി എന്നാ പിന്നെ എന്താ ചെയ്യല്? എൻ്റെ കൂട്ടത്തിൽ പിന്നെ അത്ര സ്ട്രോങ് ആയിട്ട് ആരും ഇല്ല അന്ന്. ആ സമയത്ത് എൻ്റെ കൂട്ടത്തിൽ ആരുമില്ല. ഞാൻ എന്താക്കി, ഞാൻ മിണ്ടാതിരുന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ച, ഒരു 15 ദിവസം കഴിഞ്ഞപ്പം അതേ മൂടുപത്തി സ്റ്റേഷനിൽ നിന്ന് ഒരു പോലീസുകാരൻ എന്നെ വിളിച്ചിട്ട് പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യമാണ്, അത് നിന്റെ പപ്പയുടെ ആക്സിഡന്റിന്റെ CC ക്യാമറ ഫൂട്ടേജ് അങ്ങനെ കുറെ സാധനങ്ങൾ നിന്റെ കയ്യിലുണ്ടോ? ഞാൻ ചോദിച്ചു, സാറേ പോലീസ് ഞാനാണ്, പോലീസ് നിങ്ങളെ എൻക്വയറി ചെയ്തത്, നിങ്ങൾ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? അവിടെ നിങ്ങളുടെ സ്റ്റേഷനിലല്ലേ കാണേണ്ടത് ഡോക്യുമെന്റ്സ്? അല്ല, അത് ഇവിടെ കാണുന്നില്ല. അത് കാണുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പം. അല്ല നിന്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടോ? സംഭവം പറഞ്ഞ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതും മേടിച്ച് നശിപ്പിക്കാൻ, എൻ്റെ കയ്യിലുള്ളതും കൂടെ മേടിച്ചിട്ട് അവർക്ക് നശിപ്പിക്കണം. അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചത്. ആ വിളിച്ച പോലീസുകാരൻ ഇന്നും ഉണ്ട്. ആ സ്റ്റേഷനിൽ തന്നെ ജോലി? അല്ല, ആ സ്റ്റേഷനിലല്ല, വേറെ സ്റ്റേഷനിലുണ്ട്. അന്ന് പപ്പയുടെ ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് ആരെല്ലാം ഉണ്ട് എല്ലാവരും എനിക്കറിയാം. പോലീസുകാർ നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പോലീസുകാരെയും പൊക്കിയാൽ ഇതിന്റെ വളരെ സിമ്പിൾ ആയിട്ട് ഇത് തീർക്കാൻ പറ്റുന്ന വിഷയമാണിത്. അല്ല ബാബു, ഇവിടെ നമ്മൾ കേൾക്കുന്ന കേസിന്റെ എല്ലാം യഥാർത്ഥത്തിൽ ഒന്നാം പ്രതി ആരോ ആയിരിക്കും, പക്ഷെ അതിലൊരു പ്രധാന പ്രതി പോലീസാണ്. അതെ അല്ലേ? തീർച്ചയായും. ഇതെല്ലാം മൂടി വെക്കുന്നതും ഇല്ലാതാക്കുന്നതും ഇത്തരത്തിൽ തുടർച്ചയായി ഈ പറയുന്ന അക്രമങ്ങൾ ഇവിടെ പെരുകി എല്ലാ തലമുറയായി ഇത് കൈമാറ്റം ചെയ്യപ്പെടുന്നതിന്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ പറയുന്ന പ്രതി പോലീസാണ്. ആ പോലീസ് കാര്യക്ഷമമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വലിയ തോതിൽ ഇങ്ങനെ വേറെ ഒന്നുണ്ട്. ഈ പോലീസിനും ജീവഭയം ഉണ്ടാവുമല്ലോ. ഇതൊക്കെ ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് പോലീസിന് എന്ത് വേണം ചെയ്യാലോ. പോലീസിനും കുടുംബം കുട്ടികളൊക്കെ ഉള്ളതല്ലേ. ഞാൻ പറയണത് എന്നിട്ട് അതിനുശേഷം എന്തായി? അതിനുശേഷം ഇത് എന്താ പറയുന്നത്, ഞാൻ ആ മാറ്റർ ഞാൻ അവിടെ തന്നെ ഞാൻ ക്ലോസ് ചെയ്തു, ഞാൻ വിട്ടു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ധൈര്യം വന്നു. എനിക്ക് ധൈര്യം വന്നു. കാരണം സൗജന്യ കേസാണ് ഇത് മൊത്തം വഴിത്തിരിവ്. മഹേഷ് അണ്ണൻ ഇതിൻ്റെ അകത്ത് സ്ട്രോങ് ആയിട്ട് ഇറങ്ങി. ഇന്ന് എനിക്ക് ധൈര്യമുണ്ട്. സൗജന്യം മഹേഷ് അണ്ണനായിട്ട് കുടുംബബന്ധമുണ്ടോ? ഇല്ല, അതൊന്നുമില്ല. ഒരു കേസ് വന്നപ്പോ ഇവിടെ നിൽക്കുന്ന ആളുകൾ തന്നെ പ്രാധാന്യമുള്ള ഒരാളെ കയ്യിൽ ഏൽപ്പിച്ചു. അതെ, കാരണം ഇതിനൊരു ആൾബലമുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും. പുള്ളി പറഞ്ഞതാണ്, ഞാൻ സൗജന്യക്ക് ഞാൻ നീതി മേടിച്ചു കൊടുക്കും. അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ട് ഒരു പുള്ളി വന്നപ്പോൾ എനിക്കിപ്പം ധൈര്യം വന്നു. എനിക്ക് ഇപ്പൊ ആക്ഷൻ ഇതുണ്ട്, ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ധൈര്യമുണ്ട്. അതുമല്ല, കേരളത്തിൽ നിന്നുള്ള എല്ലാ ചാനലുകളും എനിക്കിപ്പോൾ സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ ചാനലും എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ടുണ്ട്. എനിക്കിപ്പോൾ ഒരു ധൈര്യമുണ്ട്. ഇനി ഞാനിത് ഞാനിത് മുമ്പോട്ട് പോകും. കേരളത്തിൽ ഞാൻ കേസ് ഫയൽ ചെയ്യും. പിന്നെ കർണാടക ഹൈക്കോടതിയിൽ ഞാൻ കേസ് ഫയൽ ചെയ്യും. ഇനി ഞാനിത് വിടുകയല്ല. എന്റെ പപ്പയെ ആര് ആക്സിഡന്റ് ചെയ്തു, ആര് ചെയ്തു, എന്തിനു ചെയ്തു, അതെല്ലാം എനിക്കറിയണം. ആരാണ് ഇതിന്റെ പിന്നില്? അന്ന് എസ് ഐ എൻ്റെ അടുത്ത് പറഞ്ഞ ആ സ്ട്രോങ് മനുഷ്യൻ ആരാണ്? ഇപ്പോഴും ആ സ്ഥലമൊക്കെ അവരുടെ കയ്യിൽ തന്നെ. അതിന്റെ ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ. ഇതാണ് ഡോക്യുമെന്റ്സ്. എല്ലാ ഡോക്യുമെന്റ്സും ഏകദേശം ഒറിജിനൽ തന്നെ. ഇത് നോക്കണം, എങ്ങനെ കൊണ്ടെടുക്കുമ്പോഴേ ഇതൊക്കെ എന്താ പറയാ, അല്ലല്ല ഇത് മറ്റേ അറ്റസ്റ്റ് ചെയ്ത് ഇതെല്ലാം അവരുടെ ഡോക്യുമെന്റ് ആണ്. അതായത് ഇവരുടെ സ്ഥലം കയ്യേറി ഇവർക്ക് അതിൽ നിന്ന് ഒന്നും എടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഈ പറയപ്പെടുന്ന ടീമുകൾ ഒന്നും എടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എഫ്ഐആർ കോപ്പി, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എല്ലാം ഉണ്ടല്ലോ. ഇത് നമുക്ക് എന്താ പറഞ്ഞാല് കേരളത്തിൽ ഈ കേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലേക്കോ ഇംഗ്ലീഷിലോ ആക്കി കഴിഞ്ഞാൽ കേസിനാസ്പദമായ സംഭവത്തിലേക്ക് ഒരു വഴിത്തിരിവാകും. അല്ല, അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന് ഇത് എളുപ്പമാവും. ഇതൊന്നും കയ്യിൽ നിന്ന് നഷ്ടപ്പെടാതെ നിങ്ങൾ സൂക്ഷിക്കണം. ഞാൻ പറയുന്നത് അപ്പോ ഇത്രയും ലെവലിലേക്ക് നിങ്ങൾ കൊടുക്കണം കേസ്. അമ്മനെ കൊണ്ട് കൊടുപ്പിച്ചിട്ട് കാര്യമില്ല. കാരണം അമ്മ പ്രായമുള്ള ആളാണ്. അമ്മേനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. കേസ് ഏതൊക്കെയാലും ഞാൻ തന്നെ കൊടുക്കും. അതെ, മകൻ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല സാറേ. എന്റെ പപ്പായെ ആക്സിഡന്റ് ചെയ്തത് ആരാണ്, എന്തിനു ചെയ്തു, ആര് ചെയ്തു, എന്തിനു ചെയ്തു? പിന്നീട് ഈ കക്ഷികൾ ഈ ഭൂമിക്ക് വേണ്ടിയിട്ട് ആവശ്യം ഉന്നയിച്ച് അനീഷിന്റെ അടുത്ത് വന്നിട്ടുണ്ടോ? ഇപ്പൊ ഭൂമി അവരുടെ കയ്യിൽ തന്നെയാണ്. പക്ഷെ അല്ല, റെക്കോർഡിക്കലി റെക്കോർഡൊക്കെ ഇവിടെ അതിനെക്കാട്ട് വലിയ റെക്കോർഡുകൾ മാറ്റിക്കണേ. ഇതിനകത്ത് സാറേ ഞാൻ പറയുന്നത്, ഇതിന്റെ അകത്ത് ആ സുഭാഷ് എന്ന് പറഞ്ഞ ആളുണ്ട്. ആ സുഭാഷ് എന്ന് പറഞ്ഞ ആളെ പിടിച്ചാല്
എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. ഒരുപാട് കുറേ തെളിവ്. ഒരുപാട് കഥകൾ. ഞാൻ പ്രേക്ഷകരോട് പറയാനുള്ളത് റിക്വസ്റ്റ് ആണ്. ഇപ്പൊ അനീഷേട്ടന് മുന്നോട്ട് വന്ന അനീഷേട്ടനും അതേമാതിരി തന്നെ പറയേണ്ടതാണ്. എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഈ കാണുന്ന നമ്മളെ പ്രേക്ഷകർ മലയാളികളോട് റിക്വസ്റ്റ് ഉള്ളത് എന്താ പറഞ്ഞു കഴിഞ്ഞാല് മുന്നോട്ട് വരിക. അനീഷേട്ടന് ഇപ്പൊ ഒരു ധൈര്യം വന്ന മാതിരി ഇനിയുള്ള ആളുകൾക്കും ഒരു ധൈര്യം വരണം. അതെ അതെ. ഞാൻ ആക്ച്വലി ഞാൻ സ്ഥലത്തിന്റെ ഞാൻ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് ഞാൻ പറയുന്നില്ല. എനിക്ക് മെയിൻ ആയിട്ട് എന്റെ പപ്പയുടെ കാര്യം, എന്റെ പപ്പയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്റെ പപ്പായെ എന്തിനു കൊന്നു, ആര് കൊന്നു, അതെനിക്കറിയണം. നമ്മൾ അതിനുള്ള നിങ്ങളെ കൂടെ മരണം വരെ കൂടെ ഉണ്ടാവും. നമ്മൾ മരണപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുള്ളൂ, ആ ഗ്യാരണ്ടി നമ്മൾ തരുന്നുണ്ട്. ഓരോന്നിന്റെ കുറ്റം ചെയ്ത ഓരോന്നിന്റെ പോരയിൽ വന്നിട്ട് ഇതിന് കണക്ക് പറഞ്ഞിട്ട് ഇതിനുള്ള ശിക്ഷ നമ്മൾ മേടിച്ചു കൊടുക്കും. ഇങ്ങനെ ഒന്നും ഒരു സമൂഹം അധപ്പതിക്കാൻ പാടില്ല. ഒരു വിഭാഗം ആളുകള് തീർച്ചയായിട്ടും പ്രതിരോധിക്കാനല്ല, എന്താ പറയാ, പോരാടാനുള്ള ഒരു സമൂഹം നമ്മള് ഇന്ന് വേറൊരു കാര്യം പറയാനുണ്ട്. ഇന്നിപ്പം വേറെ കുറെ യൂട്യൂബേഴ്സ് എല്ലാം എന്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. അതിന് നെഗറ്റീവ് കമന്റുകൾ എന്തെല്ലോ എഴുതിയിടുന്നുണ്ട് ആൾക്കാർ. അങ്ങനെ കുറെ നെഗറ്റീവും പോസിറ്റീവും വരും. അതൊക്കെ നമ്മൾ നമുക്ക് മനസ്സിലാവും. ഞാൻ പറയുന്നത് ഇദ്ദേഹം സ്വന്തം അച്ഛനെ നഷ്ടപ്പെട്ട് എന്റെ അച്ഛനെ കൊന്നതാരാണ്, അല്ലെങ്കിൽ എന്റെ അച്ഛൻ എന്തിനു വകവരുത്തി എന്ന് പറഞ്ഞു നിൽക്കുന്ന ആളാണ്. സ്വന്തം അച്ഛന്റെ മരണത്തിന് വേണ്ടി വർഷങ്ങളോളം പോരാടുന്ന ആൾക്ക് നീതി കിട്ടാത്തവർ വരുമ്പോ നമ്മളെ കേരള പോലീസൊക്കെ എത്രയോ മെച്ചമാണ് നമ്മൾ എടുത്തു പറയേണ്ടി വരും. ഒന്നാമത് കേൾക്കാനെങ്കിലും അത്തരം രീതിയിലേക്ക് അന്വേഷണം നടത്താനെങ്കിലും കഴിവുള്ള പോലീസുകാരാണ് നമ്മുടെ നാട്ടുകാർ. അത്തരം രീതിയിലേക്ക് ഈ കർണാടകയിൽ ഈ വളരെ മോശമായി നമ്മൾ പറയുമ്പോൾ നമ്മുടെ അച്ഛൻ നഷ്ടപ്പെട്ട ഒരു മകൻ പറയാണ് എന്റെ അച്ഛനെ കൊന്നത് ആരാണ് എന്ന് കണ്ടുപിടിക്കണം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ചെറുതല്ല. അത്തരം രീതിയിലേക്ക് വർഷങ്ങളോളമായിട്ട് ഞാൻ പറയുന്നത് ഇദ്ദേഹം ഒക്കെ നോക്കിയേ 2018 അപ്പോ എന്താ വെച്ചാൽ ഇദ്ദേഹം പറയുന്നത് നിങ്ങളുടെ ഒക്കെ പിന്തുണ വേണം അല്ലെ മനാഫ്ക? കേരളക്കാരന് പ്രത്യേകിച്ച് കേരളക്കാരിൽ വലിയ വിശ്വാസമുണ്ട്. കേരളത്തിൽ നിന്ന് പല പെൺകുട്ടികളടക്കം മിസ്സായി, അവരെ കാണാത്ത ചരിത്രം ഇന്നുണ്ട്. 100% കേരളക്കാർ 100% സപ്പോർട്ട് ചെയ്തു തീരൂ. നമ്മൾ വേണം, നമ്മൾ കേരളക്കാര് എന്ന് പറയുമ്പോൾ മാക്സിമം എല്ലാവരോടും ഒത്തുപിടിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും ഫലം കണ്ടിട്ടുണ്ട്. എല്ലാത്തിനും, ഒന്നിനു മാത്രമല്ല, എല്ലാത്തിനും ഒറ്റക്കെട്ടാണ് കേരളക്കാർ. അതുപോലെയല്ല മറ്റു സംസ്ഥാനത്തിലുള്ള ആളുകൾ. പോലീസ് കേരള പോലീസിങ് എന്താന്നുള്ളത് അനീഷേട്ടന്റെ ഈ കേസിൽ നമ്മളെ കേരള പോലീസ് തെളിയിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് നമ്മളെ കേരളത്തിന്റെ അഭിമാന വിഷയമാണ്. എന്തായാലും ഇതിന് നിങ്ങൾ കണ്ടോളേണ്ടി നമ്മൾ ഈ കേസ് കൊടുക്കുന്നതോടുകൂടി ചടപെടാറിട്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനം ഉണ്ടാവും. കാരണം അത് കേരള പോലീസ് പലവട്ടം തെളിയിച്ച കാര്യമാണ്. അപ്പൊ എന്താ ലോകോത്തര നിലവാരമുള്ള ഒരു പോലീസ് സംവിധാനത്തിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഈ കേസ് കൊടുക്കണം. കർണാടകയിലല്ല നമ്മൾ കൊടുക്കേണ്ടത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അമ്മയും നിങ്ങളെല്ലാവരും ഇപ്പൊ ഉള്ളത് കണ്ണൂരാണ്. അപ്പൊ എന്താ പറയുക, ഈ കണ്ണൂർ തന്നെ ആവണം ഇതിന്റെ ഒരു പോരാട്ടത്തിന്റെ തുടക്കം. ഇതുപോലുള്ള ആളുകൾ ഇനിയും വരണ്ടേ? അല്ല, ഞാൻ പറയുന്നത് ഇങ്ങനെയൊരു പോരാട്ടം യഥാർത്ഥത്തിൽ ഇവിടെ വലിയ തോതിൽ ആളുകളുടെ ശ്രദ്ധയാകർഷിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പോരാട്ടം അനീഷിന്റെ കുടുംബത്തിന് നീതി കിട്ടുന്ന രീതിയിലേക്ക് ഇത് മാറുമെന്ന ശുഭപ്രതീക്ഷയാണ് എനിക്ക്. തലമുറകളായി വല്യപ്പന്റെ കാലം തൊട്ട് രീതിയിലേക്ക് നമ്മുടെ കേരള പോലീസിന് ഇപ്പൊ നമ്മുടെ കേരള സർക്കാർ ഇതിൽ ഇടപെടണം. കാര്യം കേരള പോലീസിന് കേസ് എടുക്കുന്നതിൽ പരിമിതികളുണ്ട്. അതാത് സ്ഥലത്ത് വെച്ചാണ് കേസ് എടുക്കുക. പക്ഷെ ഇത്തരം സാഹചര്യങ്ങളിൽ അന്യ സംസ്ഥാനത്ത് സുരക്ഷാ ഭീഷണി അന്യ സംസ്ഥാനത്ത് നീതി കിട്ടുന്നില്ല എന്നുള്ള രീതിയിലേക്ക് കേരള സർക്കാർ, പ്രത്യേകിച്ച് പിണറായി വിജയൻ സർക്കാരിനോട് പറയാനുള്ളത് 100% ഇത്തരം രീതിയിലേക്കുള്ള ഒരു നിയമം കൊണ്ടുവന്ന് മറ്റു സംസ്ഥാനങ്ങളിൽ കൊല്ലപ്പെടുന്ന ആളുകൾക്ക് അവിടെ നീതി കിട്ടാത്ത സംഭവത്തിലേക്ക് കേരളത്തിൽ നീതി വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ നമ്മളെ പോലീസ് എത്രയോ മെച്ചമായിരിക്കും. കാര്യം നമ്മുടെ പോലീസിൽ മിക്കവാറും എല്ലാവരും വിശ്വാസം അർപ്പിക്കുന്നുണ്ട്. മറ്റു സംസ്ഥാനങ്ങളെ പോലെയല്ല. നമുക്ക് പറയാനുള്ള അവസരമുണ്ട്, കേൾക്കാനുള്ള അവസരമുണ്ട്, എന്തും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മളെ പോലീസിന്റെ അടുത്ത്. നമ്മളെ ഗവൺമെന്റ്, നമ്മളെ പോലീസ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെന്നുള്ളത് നമുക്ക് എന്താണ് വീണ്ടും ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്. അതുമല്ല, ഇന്നിപ്പോ ഒരു നല്ലൊരു ന്യൂസാണ്. ഇവിടെ SIT രൂപീകരിച്ചു. അത് വളരെ ഒരു സന്തോഷകരമായ ഒരു ന്യൂസാണ്. അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച കൂടുതലായിട്ടും നമ്മുടെ കേരള ന്യൂസ് റിപ്പോർട്ടർമാരാണ് അതിന്റെ പുറകിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത്. അവർക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. 100% എല്ലാവർക്കും നന്ദി പറയുന്നു. 100%. അത് വലിയൊരു സംഭവം. സത്യങ്ങൾ എന്തായാലും ഒരു ദിവസം തെളിയും. എന്തായാലും എനിക്ക് പറയാനുള്ളത്, വരും ചരിത്രത്തിൽ, ഇനിയുള്ള ഒരു ചരിത്രത്തിൽ നമ്മളെ പേരക്കുട്ടികൾ പഠിക്കുന്ന ഒരു പാഠത്ത്
ഒരു പാഠപുസ്തകത്തിൽ ഈ ഒരു പോരാട്ടം എന്തായാലും രേഖപ്പെടുത്തും, ചരിത്രമായി മാറും ഇത്. അപ്പോ നന്ദി, നമസ്കാരം. എല്ലാവരോടും പ്രത്യേകിച്ച് പറയാനുള്ളത് കേരളക്കാരോട് എല്ലാവരോടും, ജനങ്ങൾ എല്ലാവരോടും ഒരു ചെറിയ റിക്വസ്റ്റ് ആണ്. ചെറുതല്ല, വലിയ റിക്വസ്റ്റ് തന്നെയാണ്. ഇത്തരം രീതിയിലേക്ക് ഇവരെ സപ്പോർട്ട് ചെയ്താൽ വലിയ പ്രതീക്ഷ ഉണ്ടെന്ന് വീണ്ടും എടുത്തു പറയാണ്. കാര്യം ഇവരെ സപ്പോർട്ട് ചെയ്യണം. ഇവരെ സപ്പോർട്ട് ചെയ്ത് ഇവർക്ക് നീതി വാങ്ങും വരെ നമ്മൾ കൂടെ ഉണ്ടാവും എന്നുള്ള കണ്ടീഷനിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കണം. അപ്പോ ഇതുവരെ ഒരുപാട് ചാനലുകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ചർച്ചയൊക്കെ കാരണം ശരിക്കും മനാഫ്ക ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് അല്ലെ, മനാഫ്ക ആ സംഭവ സ്ഥലത്ത് പോകുന്നു, ഇതിന്റെ സത്യാവസ്ഥ അറിയുന്നു. ഈ ശുചീകരണ തൊഴിലാളിയോടൊപ്പം പോകുന്നു. ഇത് സത്യമാണെന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് മനാഫ്ക ഇതിന് ഇറങ്ങി തിരിച്ചത്. അപ്പോൾ മനാഫ്ക ഇറങ്ങി തിരിച്ച സ്ഥിതിക്ക് മനാഫ്കന്റെ ഒരു സ്വപ്നം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ 100% കേരളക്കരെ ആകെ ഇത് ശരിക്കും ചർച്ച ചെയ്യപ്പെടണം. അത് ഏതാണ്ട് ഒരു 50%-ലേറെയായി ചർച്ച ചെയ്യുന്നു. വലിയ രീതിയിലേക്കുള്ള പ്രതീക്ഷ കാണുമെന്ന് തന്നെയാണ് മനാഫ്ക പറഞ്ഞൊരു വിഷയം. എന്തായാലും അല്ലെ മനാഫ്ക, ഇത് നമ്മൾ എന്തായാലും ഇത് നമ്മള് പൊളിച്ചടക്കും. അതെ. അപ്പോ നമ്മൾ എന്തായാലും നിർത്തുവാണ്. എല്ലാവരുടെയും സപ്പോർട്ട് വീണ്ടും വേണമെന്ന് ഓർമ്മിച്ചുകൊണ്ട് നിർത്തുവാണ്. നന്ദി, നമസ്കാരം.